പശ്ചിമേഷ്യൻ യുദ്ധം കടുത്തതോടെ രാജ്യം അതിരൂക്ഷമായ ഊർജ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഇന്ത്യ, UAE, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ധനവിലയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഹോർമൂസ് കടലിടുക്കിലുണ്ടായ അനിശ്ചിതത്വം എണ്ണ വിതരണത്തെ ബാധിച്ചതാണ് വില വർദ്ധിക്കാനുള്ള പ്രധാന കാരണം. എന്നാൽ ഹോർമൂസ് കടലിടുക്കിലെ സൈനിക നീക്കത്തിൽ പങ്കാളിയാവില്ലെന്ന് നിലപാടെടുത്ത ഇന്ത്യ ഊർജ പ്രതിസന്ധി മറികടക്കുന്നതിനായി റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള ചർച്ചകൾ ആരംഭിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ സാഹചര്യത്തിൽ രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഒഴിയുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പരിശോധിക്കാം വിശദമായി. ഞാൻ അഞ്ജിത. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധ പ്രതിസന്ധി രൂക്ഷമായിരിക്കെ ഇന്ത്യയിലേക്കുള്ള പാചകവാതക വിതരണത്തിൽ നേരിയ ആശ്വാസം. അതീവ സുരക്ഷാ ഭീഷണിയുള്ള ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഇന്ത്യയുടെ 7ാമത്തെ LPG ടാങ്കറായ ഗ്രീൻ സാവി വെള്ളിയാഴ്ച വൈകുന്നേരമാണ് 44,000 ടൺ പാചകവാതകവുമായി കപ്പൽ ഇറാന്റെ കടൽ അതിർത്തി വഴി കടന്നുപോയത്. ഇന്ത്യക്ക് ആവശ്യമായ പാചകവാതകത്തിന്റെ 60% വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. നിലവിലെ സംഘർഷം കാരണം ഇന്ത്യയിലേക്കുള്ള ഗ്യാസ് ഇറക്കുമതിയിൽ 90% കുറവുണ്ടായിട്ടുണ്ട്. ഇത് രാജ്യത്തെ പാചകവാതക ക്ഷാമത്തിന് കാരണമാകുമോ എന്ന ആശങ്ക ശക്തമാണ്. ഗ്രീൻ സാവി ഉൾപ്പെടെ 7 കപ്പലുകൾ ഇതിനോടകം ഹോർമൂസ് കടലിടുക്ക് കടന്നെങ്കിലും 17 ഇന്ത്യൻ കപ്പലുകൾ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിൽ ഗ്രീൻ ആശ, ജഗ് വിക്രം എന്നീ കപ്പലുകൾ ഉടൻ ഇന്ത്യയിലേക്ക് തിരിക്കുമെന്നാണ് കരുതുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ശത്രുത ഇല്ലാത്ത രാജ്യങ്ങൾക്ക് തങ്ങളുടെ കടൽ അതിർത്തി വഴി സഞ്ചരിക്കാമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും കപ്പലുകളുടെ പേരും വിവരങ്ങളും കൃത്യമായി വെളിപ്പെടുത്തണമെന്നും സുരക്ഷാ നിയമങ്ങൾ പാലിക്കണമെന്നുമാണ് നിർദ്ദേശം. ഇന്ത്യൻ നാവികസേനയുടെ കർശനമായ നിരീക്ഷണത്തിലാണ് നിലവിൽ ഓരോ കപ്പലുകളും കടലിടുക്ക് കടക്കുന്നത്. അമേരിക്കയുമായും സഖ്യകക്ഷികളുമായും ബന്ധമുള്ള കപ്പലുകൾക്ക് ഇറാൻ ഇപ്പോഴും കർശന വിലക്ക് തുടരുകയാണ്. അതേസമയം പ്രതിസന്ധി മറികടക്കുന്നതിനായി റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള ചർച്ചകൾ ഇന്ത്യ ആരംഭിച്ചു. റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി മാർച്ചിൽ 90% ഉയർന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം ഇറാനിൽ നിന്ന് കൂടുതൽ LPG എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. ഇറാനിൽ നിന്ന് ഇതുവരെ എത്തിയത് ഒരു LPG ടാങ്കറാണ്. കൂടുതൽ LPG ക്രൂഡ് ഓയിൽ ടാങ്കറുകൾ എത്താൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. അതേസമയം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ വൻ വർധനവ് ഉണ്ടായിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഊർജ വിതരണത്തിലെ തടസ്സം കാരണം മൊത്തത്തിലുള്ള ഇറക്കുമതി 15% കുറഞ്ഞെങ്കിലും ഫെബ്രുവരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ നിലവിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി 90% വർദ്ധിച്ചു. അതേസമയം ഷിംലയിൽ LPG ക്ഷാമത്തിനെതിരെ പ്രതിഷേധിച്ച് ജനം തെരുവിലിറങ്ങി. ഷിംല ബൈപ്പാസ് ഉപരോധിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. യുദ്ധത്തെ തുടർന്ന് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ പെട്രോളിയം വാതക ഇറക്കുമതിയിൽ 40% കുറവുണ്ടായി. 2025 ഡിസംബറിലും 2026 ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറഞ്ഞിരുന്നു. അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങുന്നത് കുറച്ചത്. എന്നാൽ യുദ്ധത്തെ തുടർന്ന് അമേരിക്ക പ്രഖ്യാപിച്ച 30 ദിവസത്തെ ഇളവിലാണ് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുതിച്ചുയർന്നത്. അങ്കോള, ഗാബൺ, ഘാന, കോങ്കോ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയും വർദ്ധിച്ചു. മധ്യപൂർവേഷ്യൻ ഉൽപാദകർ ഹോർമൂസിനെ മറികടക്കുന്ന പൈപ്പ് ലൈനുകൾ വഴി വിതരണങ്ങൾ ഭാഗികമായി തിരിച്ചുവിടുന്നു. സൗദി അറേബ്യയുടെ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈനും UAEയുടെ ഹബ്ഷാൻ, ഫുജൈറ പൈപ്പ് ലൈനും ഉപയോഗം വർദ്ധിപ്പിച്ചു. അതേസമയം ഇന്ത്യൻ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ ഇറാൻ അനുമതി നൽകിയിരുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഏപ്രിലിലും തുടരും. അതോടൊപ്പം ഇറാനിയൻ എണ്ണ വാങ്ങാനുള്ള സാധ്യതയുണ്ടെന്നും വൃത്തങ്ങൾ പറയുന്നു. ഏപ്രിൽ മുതൽ ഇന്ത്യക്ക് വെനിസ്വേലൻ ബാരലുകൾ ലഭിച്ചു തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുമായി ദീർഘകാല കരാറുകളുള്ള ഖത്തർ എനർജി പ്രഖ്യാപിച്ച ഫോഴ്സ് മജൂർ, ഹോർമൂസിലെ തടസ്സങ്ങൾ എന്നിവ കാരണം LNG വിതരണം 92% കുത്തനെ കുറഞ്ഞു. US, ഒമാൻ, അങ്കോള, നൈജീരിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയാണ് തുണയായത്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനായി പുതിയ സമയപരിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വരാനിരിക്കുന്ന തിങ്കളാഴ്ചയ്ക്കുള്ളിൽ പാത തുറന്നില്ലെങ്കിൽ കടുത്ത രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. മുൻപും പലതവണ സമയപരിധി നീട്ടി നൽകിയിരുന്നുവെങ്കിലും ഇത്തവണത്തെ മുന്നറിയിപ്പ് മേഖലയിൽ വലിയ ആശങ്ക പടർത്തുന്നുണ്ട്.
ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർത്തു എന്നായിരുന്നു പ്രസിഡന്റ് ട്രംപ് നേരത്തെ അവകാശപ്പെട്ടിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രഹരശേഷിയുള്ള B-52 ബോംബർ വിമാനങ്ങളെ അമേരിക്ക യുദ്ധമേഖലയിൽ വിന്യസിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ അമേരിക്കൻ വിമാനങ്ങൾ തുടർച്ചയായി വെടിവെച്ചിടപ്പെട്ടത് ഇറാന്റെ പ്രതിരോധം ഇപ്പോഴും ശക്തമാണെന്ന് ശരിവെക്കുന്നു. ഇതിനിടെ മാർച്ച് 12-നും ഏപ്രിൽ 3-നുമിടയിൽ നിയമവിരുദ്ധ LPG ഉപയോഗം തടയാനായി ഹൈദരാബാദ് തെലങ്കാന സിവിൽ സപ്ലൈസ് വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് 3699 ഗാർഹിക LPG സിലിണ്ടറുകളും 70 ചെറിയ സിലിണ്ടറുകളുമാണ്. 1.1 കോടി രൂപ വിലമതിക്കുന്ന സിലിണ്ടറുകളാണ് സപ്ലൈസ് വകുപ്പ് കണ്ടെടുത്തത്. കരിഞ്ചന്തയിലും ഗാർഹിക പാചക വാതക സിലിണ്ടറുകളുടെ നിയമവിരുദ്ധ വാണിജ്യ ഉപയോഗത്തിലും ഏർപ്പെട്ടവർക്കെതിരെ സെക്ഷൻ 6A പ്രകാരം 1275 കേസുകളും 216 FIRകളും ഇതിനകം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ട സാഹചര്യത്തിലുണ്ടായ ഇന്ധനവാതക പ്രതിസന്ധിയാണ് കരിഞ്ചന്തയിലെ വിൽപ്പന വർദ്ധിപ്പിച്ചത്. നിയമവിരുദ്ധമായ വിൽപ്പന തടയാനും പ്രകൃതി വാതക വിതരണം ഉറപ്പുവരുത്താനുമുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് സിലിണ്ടറുകൾ കണ്ടെത്തിയത്. അതേസമയം ഗ്യാസ് ബുക്കിംഗ് സ്റ്റേഷനുകളിൽ തിരക്ക് വർദ്ധിച്ചതായും സപ്ലൈസ് വകുപ്പ് കണ്ടെത്തി. പരിഭ്രാന്തി കൊണ്ടുള്ള ഇത്തരം നടപടികൾ ഒഴിവാക്കണമെന്ന് ജനങ്ങൾക്ക് അറിയിപ്പ് നൽകുകയും ചെയ്തു.